ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പാൽക്കപ്പയുടെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പാൽക്കപ്പയുടെ റെസിപ്പിയാണ്. നമുക്ക് നല്ല മുളകിട്ട മീൻ കറിയുടെ കൂടെയും അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോയോളം വരുന്ന കപ്പ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ മരിച്ചിനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വരണം. തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 9-10 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഇതൊന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നോക്കിയിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെള്ളം മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി വെള്ളമൊക്കെ ഒന്ന് മാറ്റാം നമുക്ക്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ മരിച്ചിനിയൊക്കെ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ്, ഒരു മുറി തേങ്ങയുടെ 2-ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 കപ്പോളം വരും. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ 2-ാമത്തെ ഈ തേങ്ങാപ്പാലിൽ തന്നെ ഏകദേശം നമ്മുടെ കപ്പ ഇച്ചിരി കൂടി ഒന്ന് വെന്ത് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് 1-ാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മാഷർ കൊണ്ടോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു നമ്മുടെ സ്മാഷർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ കപ്പയെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് 1-ാം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ അത് വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലൊന്ന് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 5 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കടുകും നമ്മുടെ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ച് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പാൽക്കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നിങ്ങൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കണം. അതുപോലെ ഇതിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ നല്ല മുളകിട്ട മീൻ കറിയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.